Welcome back to my channel, English Grammar Teaching and Learning. Today, we study synonyms. ഇന്ന് നമ്മൾ സിനോണിംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അടുത്ത ആക്ടിവിറ്റി 2-ൽ സിനോണിംസ് ഉപയോഗിക്കാനാണ് ഒരു 5 സിനോണിംസ് ഉപയോഗിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതാണ് rewrite the passage using synonyms of the words underlined. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastors and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. ഇതാണ് ആ പാസേജ്. അതിൽ നമുക്ക് ഫ്ലോക്ക്, cheerful, greedy, gossiping, then squabbling ഇത്രയും പദങ്ങളുടെ സിനോണിംസ് ആണ് പഠിക്കാനുള്ളത്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനോണിംസ് ആർ വേർഡ്സ് ഓർ ഫ്രേസസ് യൂസ്ഡ് ടു ഗെറ്റ് ദി സെയിം മീനിങ് ഓർ ദി മീനിങ് ഈക്വൽ ടു ദി വേർഡ് ഓർ ഫ്രേസ്. അപ്പോൾ ഇൻ ദി സെയിം ലാംഗ്വേജ്, ഒരേ ഭാഷയിൽ തന്നെ ഒരു വാക്ക്, ആ വാക്കിന് തുല്യം അർത്ഥം വരുന്ന അല്ലെങ്കിൽ അതിനോടടുത്ത് അർത്ഥം വരുന്ന പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം പദങ്ങളെയാണ് സിനോണിംസ് എന്ന് പറയാറുള്ളത്. നോക്കാം നമുക്ക് 1 by 1. അപ്പൊ ആക്ടിവിറ്റി 2-ൽ സിനോണിംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫ്ലോക്ക്, ആദ്യത്തെ വാക്ക് ഫ്ലോക്ക് ആണ്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. അതിന് പകരം ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് എന്ന് ഉപയോഗിക്കാം, ഹേർഡ് എന്ന് ഉപയോഗിക്കാം, പാക്ക് എന്ന് ഉപയോഗിക്കാം, ട്രൂപ്പ് എന്ന് ഉപയോഗിക്കാം, ഫ്ലൈറ്റ്, ബ്രൂഡ്, ക്ലസ്റ്റർ. ഇത്രയുമാണ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് വാക്കുകൾ. അപ്പോൾ ഫ്ലോക്ക് എന്ന് പറയുന്നത് കൂട്ടം. ഇവിടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഹേർഡ് ഓഫ് കാറ്റിൽ, പാക്ക് ഓഫ് സിഗരറ്റ്സ്, ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, ബ്രൂഡ് ഓഫ് ബേർഡ്സ്, ക്ലസ്റ്റർ ഓഫ് ബേർഡ്സ്. ഇങ്ങനെ നമുക്ക് അതിനെ വിവക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഈ പക്ഷികളായതുകൊണ്ട് ഫ്ലൈറ്റ് എന്നോ ബ്രൂഡ് എന്നോ ക്ലസ്റ്റർ എന്നോ നമുക്ക് ഉപയോഗിക്കാം. ഇനി ചിയർഫുൾ എന്ന് പറഞ്ഞാൽ ഹാപ്പി, മെറി, ജോളി. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, ചിയർഫുൾ ക്രിസ്മസ്, ജോളി ക്രിസ്മസ്. ഇങ്ങനെ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഹാപ്പി ക്രിസ്മസ് എന്നും മെറി ക്രിസ്മസ് എന്നും നമ്മൾ പറഞ്ഞു വരുന്നു. അടുത്തത് ഗ്രീഡി എന്നാണ്. അവേരീഷ്യസ് എന്നോ അല്ലെങ്കിൽ കവച്ചസ് എന്നോ റപ്പേഷ്യസ് എന്നോ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഗോസിപ്പിംഗ്, ചാറ്റിംഗ്. നമ്മള് ചാറ്റർ ബോക്സ്, ഷീസ് എ ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞാൽ വായാടി, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന. പിന്നെ ചാറ്ററിങ്, ചിർപ്പിംഗ്. പക്ഷികളെ സംബന്ധിച്ച് ഉപയോഗിക്കാവുന്ന ആപ്റ്റായിട്ടുള്ളത് ഏതാണ്? ചിർപ്പിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്വിറ്ററിംഗ് എന്ന് പറയാം. ചിർപ്പിംഗ് ഓർ ട്വിറ്ററിംഗ്. ദെൻ സ്ക്വാബ്ലിംഗ്, ക്വാറലിംഗ്, വഴക്കിടുക, അല്ലെങ്കിൽ റാംഗ്ലിംഗ്, ഡിസ്പ്യൂട്ടിംഗ്, തർക്കിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ സിനോണിംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫ്ലോക്ക്, അതിനുപയോഗിക്കുന്ന വാക്കുകൾ ഗ്രൂപ്പ്, ഹേർഡ്, പാക്ക്, ട്രൂപ്പ്, ഫ്ലൈറ്റ്, ബ്രൂഡ്, ക്ലസ്റ്റർ. അതിൽ ബേർഡ്സിനെ ബേസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്റ്റായിട്ടുള്ളത് ഫ്ലൈറ്റ്, ബ്രൂഡ്, ക്ലസ്റ്റർ. നെക്സ്റ്റ് വൺ ചിയർഫുൾ ആണ്. ചിയർഫുൾ, ഹാപ്പി, മെറി, ജോളി. ഗ്രീഡി, അവേരീഷ്യസ്, കവച്ചസ്, റപ്പേഷ്യസ്. ഗോസിപ്പിംഗ്, ചാറ്റിംഗ്, ചാറ്ററിംഗ്, ചിർപ്പിംഗ്, ട്വിറ്ററിംഗ്. ദ നെക്സ്റ്റ് വൺ സ്ക്വാബ്ലിംഗ്, ക്വാറലിംഗ്, റാംഗ്ലിംഗ്, ഡിസ്പ്യൂട്ടിംഗ്. ഇങ്ങനെയൊക്കെ നമുക്ക് അതിന് സമാനമായിട്ട് ഉപയോഗിക്കാം. അതാണ് സിനോണിംസ് എന്ന് പറയുന്നത്. നമ്മൾ പരീക്ഷ അടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തലേന്നോ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാം ഓടിച്ചിട്ട് വായിക്കുക. അപ്പോൾ ഇതിന്റെ ആക്ടിവിറ്റീസ് തീർന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ സിനോണിംസ് നമ്മൾ പ്രത്യേകം പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ടെക്സ്റ്റിലെ എക്സസൈസ് മാത്രമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനറലായിട്ട് ഇതിലേക്ക് കയറും. ഓക്കെ, I hope that you understood today's class. Please subscribe, share and support me. Okay.